ഹായ് രമ്യ, ഹലോ, ഹായ്. ഇങ്ങനെ ചെറിയ ഒരു സ്പേസിൽ ഇത്ര അധികം ചെടികൾ ശാന്തി ചേച്ചി നട്ടിട്ടുണ്ടല്ലോ. അതെങ്ങനെയൊക്കെയാ അപ്പോൾ നോക്കണതും അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് ഞാനിപ്പോൾ ഇത്രം ഈ സ്പേസിൽ ഇത്രം അടുപ്പിച്ചടുപ്പിച്ചാണല്ലോ ഒട്ടങ്ങനെ. ഞാൻ ഒന്നാമത്തെ കാര്യം പുറത്തുനിന്ന് പൈസ കൊടുത്തൊരു ചെടികളും മേടിക്കില്ല. എല്ലാ ചെടികളും നമ്മുടെ ഇവിടെ നാട്ടിലുള്ള നാടൻ ചെടികളാണ് മുഴുവനും വെക്കണേ. അപ്പോൾ ഇപ്പോൾ ഇതിൽ തരം 3 തരം ചെമ്പരത്തി ഇതിൻ്റെ ഉള്ളിലുള്ളത്. 3 തരം ചെമ്പരത്തി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായപ്പിട്ട് ഒഴിക്കും, അതുപോലെ തന്നെ ഈ മീനിൻ്റെ തല കുഴിച്ചിടും, മീൻ വെള്ളം ഒഴിക്കും, പിന്നെ കാപ്പിപ്പൊടി എന്താണ് ഉണ്ടാക്കിയിട്ട് ആ വെള്ളം അത് കുറേശ്ശെ തളിക്കും, അതും ഇതൊക്കെ ചെയ്യും. പിന്നെ മുട്ടത്തൊണ്ട് ഇതൊക്കെയാണ് ഇടുന്നത്. പിന്നെ നമ്മൾ പച്ചക്കറി അരിയില്ലേ, ആ പച്ചക്കറി അരിയുടെ പഴത്തോലി എല്ലാ സാധനങ്ങളും കൂടിയിട്ട് മിക്സിയിലിട്ട് അരയ്ക്കും. മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞിട്ട് അതും ഒഴിക്കും. പിന്നെ ദിവസവും കാലത്ത് നല്ലോണം വെള്ളം നനച്ച് കൊടുക്കും. വെള്ളം നനച്ച് ഇപ്പോൾ ഇത് നോക്ക്, ഈ വഴുതന നോക്ക്, ഈ വഴുതനയമ്മ കണ്ട. ഇപ്പം ഇതിപ്പോൾ ചെറുതായിട്ടുള്ളൂ. ആദ്യമേ ഒരു വഴുതനയൊക്കെ ഉണ്ടായത് ഇത്രശം ഉണ്ടായി എന്നുള്ളതാണ്. വെച്ചാൽ ഈ വഴുതനയുടെയും ഇതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ വില കുഴിച്ചിടും, മീൻ വെള്ളം ഒഴിക്കും, അതുപോലെ തന്നെ ചാണകപ്പൊടി ഇതിടും. പിന്നെ നനയ്ക്കലാണ് ഇതിന് മെയിൻ കൂടുതൽ ഞാൻ ചെയ്യണത്. നനയ്ക്ക് നല്ലോണം നനച്ചുകൊണ്ടിരിക്കും ഞാൻ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചെമ്പരത്തി ഇതുപോലെ തന്നെ ഇത് കണ്ട്, ഈ കളറ് ചെമ്പരത്തി ഇതിന് പക്ഷേ വളങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതല്ലാതെ തന്നെ ഇതായിക്കോളും. പക്ഷേ ഇതുപോലെ തന്നെ ഇതൊരു മുളക് ഇതിന്, പക്ഷേ ഇപ്പം അതിൻ്റെ മുളകൊക്കെ തീർന്നു. എന്നാലും ഇതും ഇഷ്ടം പോലെ മുളക്, ഒരു 3-4 കിലോ മുളകിൻ്റെ അടുത്ത് പച്ചമുളക് കിട്ടിയായിരുന്നു. ഇപ്പോൾ വഴുതനങ്ങ ഞാനിപ്പോൾ ഒരു 7-8-9 എണ്ണം പറിച്ചു ഞാനിതായിട്ട് നട്ടു പിടിച്ചേക്കണ്. ഇപ്പോൾ ഒരിടയ്ക്ക് ആ മഴയും എല്ലാം കൂടി വന്നപ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് പോയതായിരുന്നു. പിന്നെയും ഞാൻ വെള്ളം ഒഴിച്ച് അതിൻ്റെ ഈ ഇലകളൊക്കെ പോയതൊക്കെ ഇതിങ്ങനെ എല്ലാം പറിച്ച് കളഞ്ഞ് അതിന് ഞാൻ ഈ കാപ്പിപ്പൊടി വെള്ളം ഒഴിച്ച്. കാപ്പിപ്പൊടി വെള്ളം എങ്ങനെയാ? വെറുതെ നമ്മൾ കാപ്പിപ്പൊടി ഉണ്ടല്ലോ അത് ഇട്ടിട്ട് തിളപ്പിക്കും. നമ്മൾ തിളപ്പിച്ചിട്ട് കുറച്ചും കൂടി അതിൽ കുറേ കൂടി വെള്ളം അതിലേക്ക് ഒഴിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വല്ലാണ്ട് ഡൈല്യൂട്ടാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും, അടിയിലല്ല. പിന്നെ മുരിങ്ങയുടെ ഇല ഉണ്ടല്ലോ, മുരിങ്ങയുടെ ഇല ഏറ്റവും നല്ലതാണ്. മുരിങ്ങയുടെ ഇല നമ്മൾ എടുത്തിട്ട് അരച്ചിട്ട് അത് ഇതുപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതിനൊക്കെ കണ്ടോ, ഇതൊക്കെ കണ്ടോ, ധാരാളം മുട്ടുകളിടുന്നുണ്ടോ, ഇത് കണ്ടോ, ഇതൊക്കെ ധാരാളം മുട്ടിട്ട്. പുറത്തുനിന്ന് ഞാൻ ഒരു വളവും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഏതായാലും മാസം പറഞ്ഞ് ഇത്തിരി വളം മേടിച്ചിട്ട് ഉപയോഗിക്കണമെന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലുപൊടി അതും ഇതൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞിപ്പോൾ ഈ ചെമ്പരത്തിയൊക്കെ ഇപ്പോൾ ഇതുമ്മ കുറച്ചായിട്ടുള്ളൂ കേട്ടോ പൂവട്ട. ഇന്നലെ പിന്നെ അതിനൊക്കെ ധാരാളം പൂക്കൾ ഉണ്ടായിരുന്നു ഇതുമ്മ ഇതായിട്ട്. പിന്നെ ഇതിപ്പോൾ ഇവിടെ ഇത് വലിയ എത്തിയായിരുന്നു, പക്ഷെ അതെല്ലാം ഉണ്ടല്ലോ ആ ഒരു വെള്ളമൊക്കെ കൂടി വന്നപ്പോഴത്തേക്ക് അതൊക്കെ പോയി. ഇതേപോലെ തന്നെ ഇത് ഇത്ര പൊക്കം വരെ ആയതാണ്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അത് പോയിട്ട് വെട്ടി നിർത്തിയിട്ടതേ ഇപ്പം അതുപോലെയൊക്കെ ചെയ്തപ്പോൾ ഇതുമ്പിലും നിറയെ മുട്ട ഇടുന്നുണ്ട് ഇതായിട്ട്. ഈ റോസ് ഇതും ഇതുപോലെ തന്നെ ഇപ്പം ഇതൊക്കെ ഇപ്പോൾ നട്ടതാണ്. മണ്ണൊക്കെ മാറ്റിയിട്ട് രണ്ടാമത്, അത് കാരണമാണ് പൂവ് ഇപ്പം ഇത്രയും കുറവ്. അല്ലെങ്കിൽ ഇതുമ്പോൾ ധാരാളം പൂവൊക്കെ ഉണ്ടാവണതാണ്. ഇത് 4 മണിയല്ല, ഇത് സാധാരണ ഇത് ടേബിൾ റോസ് വേറെയാണ്. അതൊന്നും ഇപ്പോൾ പൂവുണ്ടായിട്ടില്ല. ഇതിപ്പോൾ സാധാരണ എല്ലായിടത്തും കാണുന്നൊരു ചെടിയാണ് ഇത്. പൂവൊക്കെ അവിടെ ആ വശത്തുള്ള ഇത്തിരി കണ്ടോ, വലിയ പൂവ് കണ്ടോ, ഓറഞ്ച് കളറുള്ള അത് ഇതായിട്ട്. ഈ റോസൊക്കെ അതുപോലെ തന്നെ ഇതൊക്കെ ഇപ്പോൾ വെച്ചതുമൊക്കെ പൂവ് ഉണ്ടാകാൻ തുടങ്ങിയേക്കണത്. അതുപോലെ ആ കാശിത്തുമ്പ കണ്ടോ, കാശിത്തുമ്പ അതുപോലെ തന്നെ വേഗം പൂവിടും. നമ്മൾ ഈ കാപ്പിപ്പൊടിയുടെ വെള്ളം ഒഴിച്ചത് ആദ്യം ഞാൻ വിശ്വസിച്ചിരുന്നില്ല, പക്ഷെ ഞാൻ തന്നെ തുടക്കം പിന്നെ മനസ്സിലാക്കി. കണ്ടോ ഈ പൂവൊക്കെ ഉണ്ട്, ഇതൊക്കെ ധാരാളം ഇപ്പം ഉണ്ടാകാൻ തുടങ്ങിയിട്ടുള്ളൂ. കണ്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അതൊക്കെ വാടും. അത് മുളക് ചെമ്പരത്തി ഇത് പക്ഷേ നമ്മളൊരു വളവും ചെയ്യണ്ട. ഇത് ധാരാളം ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതിങ്ങനെ നമ്മളൊരു കൊമ്പ് കുത്തിപ്പിടിച്ചാൽ തന്നെയും പെട്ടെന്ന് വളർന്ന് അങ്ങനെ കേടായിട്ടൊന്നും കുറേ ഉണ്ടാവും നമുക്കതുമ്മേ ആയിട്ട്. മുഴുവനും കൂടുതൽ ഇതൊക്കെ നമ്മൾ വെറുതെ ഓരോ കൊച്ചു കൊമ്പുകൾ ഇങ്ങനെ കുത്തി കൊടുക്കണേ ഉള്ളൂ. കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിനൊന്നും വളങ്ങളൊന്നും ചേർന്നില്ല കേട്ടോ. ഇതിലൊന്നും അധികം വളങ്ങളൊന്നുമില്ല. ഈ മുല്ലയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഒന്നും വളമൊന്നും ഇട്ട് കൊടുക്കാറൊന്നുമില്ല. മുമ്പേയൊക്കെ വല്ല ഇതൊക്കെ ചാണപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഒന്നും ഇട്ട് കൊടുക്കാറൊന്നുമില്ല. ഏത് ഇതല്ലേ ഇല്ലല്ലേ? ഇതിന് എന്താണ്
നമ്മുടെ ഉഷയുടെ അമ്മ ഉണ്ടല്ലോ, ഉഷയുടെ അമ്മ പറയുന്നത് ഇത് മൈസൂർ മുല്ലയാണെന്നാണ് പറയണത്. പക്ഷെ ഇതുമ്മ ഇപ്പം ഉണ്ടല്ലോ മൊട്ട് ഇപ്പൊക്കെ വന്ന് പോയി. അതിൻ്റെ ആദ്യം ഇപ്പോൾ ഒരിടയ്ക്ക് നല്ലോണം പൂവുണ്ടായിരുന്നു. പക്ഷേ ഈ പൂവിന് നല്ല സ്മെല്ലാണ് കേട്ടോ. പൂവ് പക്ഷെ അധികം കനമില്ലാത്ത പൂവായി അതിലതുപോലെ പെട്ടെന്ന് വിരിയുകയും ചെയ്യും, അതുപോലെ തന്നെ പോവുകയും ചെയ്യും. ഇതായിട്ടുള്ള ഇപ്പം ഇതുമ്മ പൂവില്ല, ഇതുമ്മ പൂവില്ല. ഇപ്പം അതിൻ്റെ മുട്ടൊക്കെ ഉണ്ടായി തീർന്നു പോയി. ആ ഇല്ല, അത് വേറെ മുല്ല അതിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ടുണ്ട്. ഇപ്പം ഇതുമ്മ ഉള്ളതൊക്കെ തീർന്നു. ഇത് കഴിഞ്ഞ മാസമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊക്കെ മുഴുവനും വീണ് പോയി. അത് ഇതായിട്ട് കഞ്ഞിവെള്ളമാണ് ഒഴിക്കണത്. കഞ്ഞിവെള്ളം. പിന്നെ ഇപ്പോൾ ഒരു ഇത്തിരി ഞാനൊരു പണി ചെയ്തിട്ടുണ്ട്. ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടല്ലോ, വെള്ളം ഡൈല്യൂട്ടാക്കിയിട്ട് ഞാൻ അതുമ്മ തെളിക്കുന്നുണ്ട്. ഇതായിട്ട് പിന്നെ എൻ്റെ ഇവിടെ ഒന്നും അങ്ങനെ കണ്ടമാനമൊന്നും ആ വെള്ളീച്ചകളൊന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ ഇതൊരു തരം വേറൊരു ചെമ്പരത്തിയാണ്. പക്ഷേ ഇതുമ്മതേ ഇപ്പോൾ മുട്ടുകൾ ഉണ്ടായി വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. പക്ഷേ ഈ പൂവ് അധികം പിടിക്കില്ല, പെട്ടെന്ന് വീണ് പോവും. ആ വലിയ പൂവായിട്ടാണെന്ന് തോന്നണേ. ഇതുമ്മൽ ഇപ്പം ആ വെള്ളീച്ചയുടെ ഒന്നും ശല്യമൊന്നുമില്ല കണ്ടോ. ആ കഞ്ഞിവെള്ളം ഒഴിക്കും ഞാൻ. കഞ്ഞിവെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതായിട്ട് ഒഴിക്കും. പിന്നെ അതെങ്ങനെ വെക്കണത്. ഇതുമ്മ വെള്ളീച്ച പോകാനായിട്ട് കുറേ പാടുപെട്ടോ. എന്നുവെച്ചാൽ ഇതുമ്മ ഞാൻ കുറേ ആ മുളക് പൊടിയും ലേശം മഞ്ഞപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് ഒഴിച്ച് പിന്നെ എൻ്റെ ഞാൻ കൊമ്പ് അതെ ഇത് ഈ കണ്ടോ, ഈ വെള്ള പൊടി പോലെ. ഈ റോസ് കണ്ടോ, ഇതിപ്പോൾ വലിയ പൂവുണ്ടാവുന്ന റോസാണ്. പക്ഷെ അത് ഇതിൻ്റെ മുല്ലയുടെ മുകളിലേക്കുമായി ഇതിൻ്റെ മുകളിലേക്ക് കൂടി പടർന്ന് കയറിയേക്കാം. കളർ ചുമപ്പാണിത്. ഇത് കടും കളറാണ്. ഇത് നല്ല കട്ട ചെമ്പരത്തി പോലെ ഇരിക്കും, നല്ല കട്ടയായിട്ട് ഇതായിട്ടിരിക്കുന്നു. അപ്പൊ ഇത് കാപ്പിപ്പൊടി വെള്ളം ഞാൻ എന്നിട്ട് ഇങ്ങനെ ഡൈല്യൂട്ട് ആക്കിയിട്ട് ഞാൻ ഇതിലിങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതിനൊക്കെ പറയൊക്കെ പൂട്ട്. ആദ്യം ഒരു പൂവില്ലാണ്ട് നിന്നിരുന്നതാണ്, വെട്ടിക്കളയാന്നൊക്കെ വിചാരിച്ചതാണ്. അതൊരു സമയത്ത് അങ്ങോട്ട് നിറയെ അങ്ങോട്ട് പൂക്കും, ഒടിയെ അങ്ങോട്ട് പൂടുന്നത്. ഇതിനൊന്നും ഒരു വളമൊന്നും ചെയ്യണില്ല കേട്ടോ. വെള്ളം മാത്രം അങ്ങനെ ഒഴിക്കണുള്ളൂ. ഇപ്പം ഇതിനും ഇതുപോലെ തന്നെ, ഇതിനും വെള്ളമൊന്നും ഒഴിക്കണമൊന്നുമില്ല. ഇത് കണ്ട ഇതായിട്ട് ഇതും അതുപോലെ തന്നെ. അതും ഒരു പുതിയ ചെമ്പരത്തിയാണ് കണ്ട. ഇത് കണ്ടോ, ഇത് പക്ഷെ ഇത് പിങ്ക് പോലെ ഇരിക്കും. ഇത് ഇപ്പോൾ മുട്ട ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇത് ഇതുപോലെ തന്നെ ഇതിപ്പോൾ നട്ടിട്ട് പിടിച്ച് വരുന്നത് കണ്ടോ.